വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പ്രതിസന്ധി നേരിടുന്നത് പരാതി. രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പോർട്ടൽ പണിമുടക്കിയുള്ള പ്രതിസന്ധിയെന്ന് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. രജിസ്റ്റർ ചെയ്യാനുള്ള സമയം നീട്ടുന്നതിനൊപ്പം രജിസ്ട്രേഷൻ പ്രക്രിയ അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം. വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടൽ അവതരിപ്പിച്ചത്. ഈ മാസം 5-നകം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ആവശ്യമായ രേഖകളോടൊപ്പം പോർട്ടലിൽ നൽകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് പരാതി. ഈ സൈറ്റ് മെയിൻ്റനൻസ് ആണ്, അതുപോലെ ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് ഇതിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ സൈറ്റ് ബ്ലാക്ക് ഔട്ട് ആവുക എന്നിത്യാദി കാരണങ്ങളാൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് മൊത്തത്തിലുള്ള അവസ്ഥ. സാങ്കേതിക പ്രശ്നത്തിനൊപ്പം ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഇത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുമോ എന്ന ആശങ്കയുണ്ടാക്കുന്നതായും മുസ്ലിം മതസംഘടനകൾ പറയുന്നു. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം വഖഫുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. എത്ര ദിവസം വേണ്ടി വരും ഇതിന്? ഈ 6-ാം തീയതിക്ക് അങ്ങനെ തീർക്കാൻ കഴിയും? അതാണ് ആശങ്ക. രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി നീട്ടുന്നതിനൊപ്പം രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാനുള്ള നടപടിയായി അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളെ ചുമതലപ്പെടുത്തണമെന്നുമാണ് ആവശ്യം. ഈ വഖഫ് സ്വത്ത് പരിരക്ഷിക്കുന്ന ആളുകളെ നെട്ടോട്ടം ഓടിക്കുന്ന ഈ സംവിധാനത്തിന് പകരം വഖഫ് ബോർഡ് ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഏറ്റെടുക്കാൻ വഖഫ് ബോർഡ് തയ്യാറാണെന്ന് ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അതിന് വഖഫ് ബോർഡുകൾക്ക് ഉത്തരവ് കൊടുക്കണം. നമ്മുടെ എല്ലാ രേഖകളും വഖഫ് ബോർഡിൽ ഹാജരാക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാലൊരു ഗുണമുള്ളത്, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അത് ആധികാരികമായിരിക്കും. സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജിക്കാരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സമയം നീട്ടാൻ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. മീഡിയ 1 കോഴിക്കോട്.